ലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായതോടെ കേരളത്തിലെ തദ്ദേശ ഫലം തെളിഞ്ഞു. സാങ്കേതികത്വവും കുതികാൽവെട്ടും മറുകണ്ഠചാടലും അന്തിമ കണക്കിൽ വ്യത്യാസമുണ്ടാക്കിയെങ്കിലും ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും UDFന് കിട്ടി. SDP പിന്തുണയെ ചൊല്ലിയുള്ള തർക്കമുള്ള 2 പഞ്ചായത്തുകളിലടക്കം 3 ഇപ്പോൾ പ്രസിഡന്റുമാരില്ലാത്തത്. ട്വിസ്റ്റും സസ്പെൻസും കഴിഞ്ഞ് കണക്കെല്ലാം കലങ്ങി തെളിഞ്ഞതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാര കസേരകളിലെ മുൻതൂക്കവും വ്യക്തമാവുന്നത്. LDFനെ ബഹുദൂരം പിന്നിലാക്കിയ UDF 534 പഞ്ചായത്തുകളിൽ അധ്യക്ഷ പദത്തിലെത്തി. ഇടതുപക്ഷത്തിന് 364 പഞ്ചായത്തുകളിലാണ് അധ്യക്ഷ പദം നേടാനായത്. അതേസമയം NDAയുടെ പ്രസിഡന്റുമാർ 30 പഞ്ചായത്തുകൾ ഭരിക്കുമെന്നും വ്യക്തമാക്കി. അവശേഷിക്കുന്ന 10 പഞ്ചായത്തുകളിൽ സ്വതന്ത്രരും മറ്റ് കക്ഷികളുമാണ് അധ്യക്ഷ പദവിയിൽ. ജയിച്ച പ്രസിഡന്റുമാരുടെ രാജി കാരണം തുലാസിലുള്ളത് 3 പഞ്ചായത്തുകളാണ്. അതിൽ 2 പ്രശ്നം SDP പിന്തുണയാണ്. പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പഞ്ചായത്തിലും തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലുമാണ് SDP പിന്തുണയോടെ ജയിച്ചവർ രാജിവെച്ചത്. തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ പഞ്ചായത്തിലും SDP പിന്തുണയിലാണ് കോൺഗ്രസ് ഭരണം. DCC ആവശ്യപ്പെട്ടിട്ടും പ്രാദേശിക നേതൃത്വം ഇതുവരെ വഴങ്ങിയിട്ടില്ല. അതിനാൽ പ്രസിഡന്റ് പദത്തിൽ UDF അംഗം തുടരുകയാണ്. പാലക്കാട് അട്ടപ്പാടിയിലെ അഗളി പഞ്ചായത്തിലെ സ്ഥിതി അനിശ്ചിതത്വത്തിലാണ്. കോൺഗ്രസിൽ നിന്ന് കൂറുമാറി CPM പിന്തുണയോടെ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു രാജിവെച്ചു. മഞ്ജുവിനെതിരെ കോൺഗ്രസ് നേതൃത്വം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് രാജി. വാർഡംഗങ്ങളുടെ എണ്ണത്തിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും 2 പഞ്ചായത്തുകളാണ് സംവരണ കടമ്പയിൽ ഇന്ന് UDFന് നഷ്ടമായത്. കോട്ടയം എരുമേലിയിൽ പട്ടികവർഗ സംവരണ വാർഡിൽ UDF സ്ഥാനാർത്ഥി തോറ്റതോടെ പ്രസിഡന്റ് സ്ഥാനം CPMന്. ആലപ്പുഴ വിയ്യപുരത്തും പട്ടികജാതി വനിതയ്ക്ക് സംവരണം ചെയ്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFന് പ്രാതിനിധ്യമില്ലാത്തതിനാൽ LDFന്റെ P. ഓമന പ്രസിഡന്റായി. കോൺഗ്രസ് ലീഗ് തർക്കത്തിൽ തെരഞ്ഞെടുപ്പ് വൈകിയ മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ ഒടുവിൽ സമവായമായി. കോൺഗ്രസിന്റെ താരിയൻ സുമ പഞ്ചായത്ത് പ്രസിഡന്റായി. UDFും LDFും ബലാബലം നിന്ന കാസർകോട്ടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDF ജയിച്ചു. എറണാകുളം വെങ്കോല പഞ്ചായത്ത് ഭരണം UDF നേടി. CPMലെ ഭിന്നതയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ആലപ്പുഴ നെടുമുടി പഞ്ചായത്തിൽ നേരത്തെ പാർട്ടി നേതൃത്വം തീരുമാനിച്ച PK വിനോദിനെ തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു.